അപ്പോൾ നമ്മുടെ ജീവിതത്തിന് 4 മേഖലയാണുള്ളത്. ആ 4 മേഖലയിലായിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്. അതല്ലാത്ത അഞ്ചാമതൊരു സമയം ചെലവഴിക്കലില്ല. ഇതിനെക്കുറിച്ച് അബുൽ ഹസൻ അലി നദ്വി സാഹിബ് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. ഉലമാക്കൾ അത് വായിച്ചിട്ടുണ്ടാകും. മനുഷ്യൻ ചെലവഴിക്കേണ്ടുന്ന 4 മേഖലകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ ആപ്തവാക്യം. അതിലൊന്നാമത് പറയുന്നത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് ദഅവത്താണ്. ദഅവത്തിനു മീതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ടാണ് ഈ ഉലമാക്കളെല്ലാവരും അവർ ആളുകളെ പഠിപ്പിക്കുന്നതും. ഇവിടെ PG ക്യാമ്പസ് ഉണ്ട്, വാഫി പ്രസ്ഥാനത്തിൻ്റെ PG ക്യാമ്പസ്. അതിൻ്റെ പ്രിൻസിപ്പൽ സാറാണ് ഇരിക്കുന്നത്, സാഹിബാണ് ഇരിക്കുന്നത്, പ്രിയപ്പെട്ട ഫൈസി സാബ്, ഇബ്രാഹിം ഫൈസി. ഫൈലി എന്നാണ് ആ വാക്ക്, നമ്മൾ പറഞ്ഞ് ഫൈസി എന്നാക്കിയതാണ്. ഏതായിരുന്നാലും ശരി, പറഞ്ഞു വരുന്നത് അതുപോലെ ഒരുപാട് ഫൈലിമാർ ഇവിടെയുണ്ട്. വ്യത്യസ്ത ഡിഗ്രി എടുത്തവരിവിടെയുണ്ട്, PG എടുത്തവരിവിടെയുണ്ട്, ഔദ്യോഗികമായി ജീവിക്കുന്നവരുണ്ട്. ആരായിരുന്നാലും ഒരു മുസൽമാൻ്റെ ജീവിതം 4 മേഖലയിലേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിന് ലോക പണ്ഡിതന്മാർ കൊടുത്ത ആദ്യത്തെ റേഞ്ച്, ആദ്യത്തെ ഏറ്റവും ഉയർന്നത് അത് ദഅവത്താണ്, പ്രബോധകനാവുക എന്നതാണ്. ഒരാൾ ദാഴിയായി തീരുക എന്നത് അത്രമാത്രം എളുപ്പമുള്ള കാര്യമല്ല. തന്നെയുമല്ല, ആലിമീങ്ങൾക്കും ദാഴികൾക്കും 2 രീതിയിലുള്ള ക്രൈറ്റീരിയ തന്നെ ഉലമാക്കൾ നിഷ്പക്ഷമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വളരെ കണിശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഉലമാക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചാൽ അറിയാം. ഒരു ദാഴിക്ക് കള്ള് ഷാപ്പിൻ്റെ അരികിൽ നിൽക്കൽ അനുവദനീയമാണ്. കാരണം കള്ള് ഷാപ്പിലേക്ക് പോകുന്നവരെയും ദഅവത്ത് ചെയ്ത് ശരിപ്പെടുത്തേണ്ടെന്ന ഉത്തരവാദിത്തം ഒരു ദാഴിക്കുണ്ട്. എന്നാൽ ഒരു ആലിമിന് അവിടെ പോയി നിൽക്കാനുള്ള ഉത്തരവാദിത്തമില്ല. കാരണം ആ ആലിം ദാഴി കൂടിയാകുമ്പോഴേ അവിടെ നിൽക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സംശയത്തിന് എന്താകും, അടിസ്ഥാനമായിട്ട് അത് മാറും. ഉലമാക്കൾക്കറിയാം ഒരു ദാഴി അതാണ്, എല്ലായിടത്ത് പോയാലും ദഅവത്തായിരിക്കും അയാൾ ചെയ്യുക. ഇവിടെ വാഫി പ്രസ്ഥാനം തുടങ്ങിയത്, ഞാൻ വാഫി പ്രസ്ഥാനത്തെ മാത്രം ഉയർത്തി പറയുകയല്ല, വാഫി പ്രസ്ഥാനം തുടക്കം മുതലേ നമ്മൾ അതിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന. കാരണം വളാഞ്ചേരിയിലാണ് അതിൻ്റെ തുടക്കം, വളാഞ്ചേരി മർക്കസിലാണ് അതിൻ്റെ ആദ്യത്തെ സംഗമങ്ങളൊക്കെ. വളാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശം എൻ്റെ പ്രദേശമാണ്. എൻ്റെ മഹലിൻ്റെ തൊട്ടപ്പുറത്തെ മഹലാണ് ഈ വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ദർസോദി പഠിച്ചത് നമ്മുടെ മഹലിലാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടുത്തെ ഖാദിയായിരുന്നു. അതോടൊപ്പം തന്നെ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ സംഭവങ്ങൾ അവിടെ ആദ്യമായി തുടക്കം കുറിച്ചതും. ഞാൻ പറഞ്ഞു വരുന്നത്, ആ വാഫി പ്രസ്ഥാനം വളർന്ന് അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറണമെന്നേ പറയാവൂ. മറ്റുള്ള ചിന്തകളൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. APJ അബ്ദുൽ കലാം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ വന്നിട്ട് പരുന്തുകളെ ചിലപ്പോൾ കാക്കകൾ കൊത്തിയെന്നിരിക്കും. ആ സമയത്ത് അത് കുടുംബത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും ഉയർന്ന രീതിയിൽ ചിന്തിക്കണം, അല്ലാതെ താഴ്ന്ന രീതിയിലായി എന്തെങ്കിലും വക്കാണത്തിൽ നമ്മൾ ഉണ്ടാകരുത്. ചിലപ്പോഴൊക്കെ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉയർന്ന രീതിയിൽ ചിന്തിക്കാവൂ. ഈ പരുന്തിൻ്റെ പ്രകൃതം അത് ഉയരത്തിൽ പറക്കുക എന്നതാണ്. ആ ഉയരത്തിൽ പറക്കുന്ന പരുന്തിനെ ഇടയ്ക്ക് താഴോട്ട് വരുന്ന സമയത്ത് കാക്കകളൊന്ന് കൊത്താൻ ശ്രമിക്കും. താഴോട്ട് വരുമ്പോൾ, അഥവാ എന്ന് പറഞ്ഞാൽ മുസൽമാൻ താഴോട്ട് വരുമ്പോൾ ചിലപ്പോൾ താഴത്തുള്ള മറ്റ് ആളുകൾ ഒന്ന് കൊത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അവരോട് കൊത്താൻ നിൽക്കാതെ നേരെ മുകളിലേക്ക് പറക്കണം. അപ്പോൾ കാക്ക പിന്നെയും ഉയർന്നു വന്ന് കൊത്താൻ ശ്രമിക്കും. അപ്പോൾ പിന്നെയും നമ്മൾ ഉയർന്ന് പറക്കണം, തിരിച്ച് കൊത്താൻ ശ്രമിക്കരുത്. പിന്നെയും കാക്കകൾ വന്നിട്ട് കൊത്താൻ ശ്രമിക്കും, പിന്നെയും പരുന്ത് മുകളിലേക്ക് പറക്കും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മോശമായ താഴ്ന്ന രീതിയിലുള്ള ചിന്താഗതികൾ ഉണ്ടാകരുത്. നമ്മൾ പറന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആരെങ്കിലും നമ്മുടെ കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾ മുകളിലേക്ക് കയറി പറക്കണം. ഒരിക്കലും അവരോട് വക്കാണം അടിക്കാൻ നിൽക്കരുത്. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നു, എല്ലാവരെയും നമ്മൾ മാനിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആരോടും തർക്കങ്ങളില്ല, ആരോടും വിതർക്കങ്ങളില്ല. നമ്മളൊന്ന് ഉയർന്ന് പറക്കുക. അവസാനം കൊത്തുന്ന കാക്കകൾക്ക് ഉയരത്തിലേക്ക് പറക്കാൻ കഴിയാതെ വരും. കാരണം അതിനേക്കാൾ 100 ഇരട്ടി ശക്തമായി പറക്കാൻ കഴിവുള്ള ഒരു പക്ഷിയുടെ പേരാണ് പരുന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ തൊപ്പിയൊന്ന് അയച്ചു വെക്കേണ്ട, നല്ല ചൂടുണ്ട് തലമേൽ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ചിന്താഗതിയിലേക്ക് നമ്മൾ പോകലാണ്, ഉയർന്ന തലത്തിലേക്ക് നമ്മൾ ഉയർന്നു പോകലാണ്. വേറെയുള്ള ചിന്താഗതികൾ നമുക്കുണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യനോടും ഒരു വെറുപ്പോ ഒരു സംശയപരമായ നോട്ടമോ ഊഹങ്ങളോ പാടില്ല. ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഊഹങ്ങൾ അതിൽ പലതും പാപങ്ങളാണ്.
എന്നിട്ട് അള്ളാഹു പറയുന്ന വാക്കെന്താണെന്നറിയോ? വലാ തജസ്സസു വലാ യഅ്തബ് ബഅ്ലുകും ബഅ്ല. നിങ്ങൾ എന്താക്കരുത്. ആയത്ത് അങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ കുറച്ചുണ്ട്, അത് ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരും. അവിടെ പറയുന്നത് ഇന്ന ബഅ്ലല്ലൻ ഇസ്മുൻ എന്ന് പറഞ്ഞിട്ട്, അഥവാ അത് പാപങ്ങളാണ്. ഊഹങ്ങൾ ഊഹിച്ച് പലതും നമ്മൾ ഉണ്ടാക്കരുത്. എന്നിട്ട് പറയുന്നത് നിങ്ങൾ ജാസൂസിയത്ത് നടത്തരുത്, അഥവാ കൊത്തിവലിച്ച് ഒരാളുടെ പിന്നാലെ കൂടി അയാളെങ്ങനെ വലിച്ച് ചീന്തരുത്. വലാ തജസ്സസു വലാ യഅ്തബ് ബഅ്ലുകും ബഅ്ല. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിച്ച് സംസാരിക്കരുത്, ചീത്ത വിളിക്കരുത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത്. എന്നിട്ട് പറയുന്ന വാക്കെന്താണെന്നറിയോ? വലാ യഅ്തബ് ബഅ്ലുകും ബഅ്ല അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമു. നിങ്ങളുടെ സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ മയ്യത്തിൽ നിന്ന് ഇറച്ചി വാരി വലിച്ചു കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഫകരിഹ്തുമു, നിങ്ങളതിനെ അങ്ങേയറ്റം വെറുക്കുന്നു എന്നാണ്. അഥവാ മറ്റുള്ളവരോട് ഊഹങ്ങൾ നടത്തുക, ആ ഊഹം പെരുപ്പിച്ചിട്ട് പിന്നാലെ കൂടിയിട്ട് പിച്ച് ചീന്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളിൽ ഏർപ്പെടുക, അയാളെ ഇകഴ്ത്താൻ ശ്രമിക്കുക. അതിൻ്റെ ഉത്തരം ഒന്ന് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ മയ്യത്തിൻ്റെ ഇറച്ചിയെ വാരി വലിച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നുവോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ, അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ, ഫകരിഹ്തുമൂ, നിങ്ങൾ അതിനതിശക്തമായി വെറുക്കുന്നു, അതിനെ എതിർക്കുന്നു. ഇതുപോലെയാണ് ഒരു മനുഷ്യനെക്കുറിച്ച് ഇല്ലാത്ത ഊഹങ്ങളും ഇല്ലാത്ത ഊഹാപോഹങ്ങളും ഉണ്ടാക്കുക എന്ന്. അതൊരു പ്രസ്ഥാനത്തെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാത്ത ഒന്നിനെക്കുറിച്ച് അറിയില്ല എന്ന് മാത്രമേ നമ്മൾ പറയാവൂ, അല്ലാതെ അറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഫോർ എക്സാമ്പിൾ, തസവ്വുഫിനെ കുറിച്ച് അറിയില്ല എന്നേ നമ്മൾ പറയാവൂ, അറിയാതെ നമ്മൾ അതിനെ ക്രോസ് ചെയ്യാൻ നിൽക്കരുത്. എന്താണ് വഹ്ദത്തുൽ വുജൂദ്, എന്താണ് വഹ്ദത്തു ശുഹൂദ്, എന്താണ് ഫന, എന്താണ് ബഖ, എന്താണ് ഈ പറയുന്ന ശരിയ, എന്താണ് തരീഖ, എന്താണ് ഹഖീഖ, എന്താണ് മഅരിഫ, എന്താണ് നഫ്സുൽ അമ്മാറ, നഫ്സുൽ മുൽഹിമ, എന്താണ് നഫ്സുൽ ലവ്വാമ, എന്താണ് നഫ്സുൽ മുത്മഇന്ന, എന്താണ് ഈ പറയുന്ന ജിസ്മ്, എന്താണ് ഖൽബ്, എന്താണ് റൂഹ്, എന്താണ് ഈ പറയുന്ന സിർറ്. ഇതൊന്നും അറിയാതെ തസവ്വുഫിനെ പറ്റി നയാ വാക്ക് പോലും നമ്മൾ പറയരുത്. അതറിയണമെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പം തസവ്വുഫ് എന്ന് പറയുന്നതിന് നമുക്കൊന്ന് പിടിച്ചു കുലിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ആഴമേറിയ പഠനം നമ്മൾ പഠിക്കണം. ഇതേപോലെ തന്നെ ഓരോ വ്യക്തികളെക്കുറിച്ചിട്ടും ഓരോ ആളുകളെക്കുറിച്ചിട്ടും നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ ആ വ്യക്തിയെ നമ്മൾ അറിയണം. അദ്ദേഹം ആരാണെന്നറിയണം, ആ പ്രസ്ഥാനം എന്തെന്നറിയണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബത്തിലും അങ്ങനെയാണ്. ഞാനതിൻ്റെ ആമുഖം നിർത്തുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ലാതെ അതിമനോഹരമായി യാതൊരു രീതിയിലുള്ള ചിന്താവിചിന്തനങ്ങളും മോശമാക്കാത്ത രീതിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ബൃഹത്തായ മഹല്ലാണ് ഏറ്റവും പ്രിയങ്കരമായി നമുക്ക് തോന്നുന്നത്. അഥവാ ആളുകളെ കുറ്റപ്പെടുത്താതെ, ആളുകളെ വിമർശിക്കാതെ, എല്ലാ ആളുകളും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ഇനിയൊരു കാര്യം കേൾക്കണം, നിങ്ങൾക്ക് ഉയർന്നു പോകുന്ന എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഒരുമിച്ച് കൂടുന്നവരുമാണ്. ഈ താഴേക്കിടയ്ക്കും കിടന്ന് നമ്മൾ മാത്രമാണ് എന്താക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാഷ്ട്രീയക്കാരെ എതിർക്കുന്നു, പക്ഷെ അവരുടെ മക്കളുടെ കല്യാണം വരുമ്പോൾ നേരത്തെ തന്നെ പോയിട്ട് കൂടുന്നു. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു പരിപാടിയാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ ഭയങ്കര സൗഹാർദ്ദത്തിലാണ്, എല്ലാവരും സൗഹാർദ്ദത്തിലാണ്. ഉദാഹരണത്തിന് ഇവിടെ ലീഗുകാരുണ്ടാവും, മാർക്സിസ്റ്റുകാരുണ്ടാവും, അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരുടെ ഒരു മഹല്ലാവുമ്പോൾ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. നമ്മൾ താഴേക്കടയിലേക്ക് കിടന്നിട്ട് അങ്ങനെ തല്ലും, പക്ഷെ അതിൻ്റെ മേലേക്ക് പോകുമ്പോൾ എല്ലാവരും വളരെ സൗഹാർദ്ദത്തിലായിരിക്കും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ആ സൗഹാർദ്ദമാണ് നമുക്കും ഇഷ്ടം. ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയെക്കുറിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചിലപ്പോൾ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എന്തെങ്കിലും പറയും. അവരുടെ ചെയ്തികളെക്കുറിച്ചാണ് പറച്ചിൽ, അത് വ്യക്തികളെക്കുറിച്ചല്ല. നമ്മളെ വിമർശനങ്ങൾ വ്യക്തികളോടാകരുത്, ചെയ്തികളോടായിരിക്കണം. വ്യക്തികളെ നമ്മൾ വിമർശിക്കാൻ പാടില്ല, അവരുടെ ചെയ്തികളെയാണ് വിമർശിക്കേണ്ടത്. സഹാബാക്കൾ പറയാറുണ്ട്, ഞങ്ങളൊരിക്കലും മോശക്കാരനായ വ്യക്തിയെ ഞങ്ങൾ വെറുക്കില്ലായിരുന്നു, ആ മോശത്തരത്തെയായിരുന്നു ഞങ്ങൾ വെറുക്കുക.